ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിന് ആരും മാർക്കറ്റിംഗ് മേഖലയിലുള്ള ആരും പറഞ്ഞു തരാത്തൊരു കാര്യം. എല്ലാവരും ഒരുപാട് ടെക്നിക്കൽ വശങ്ങളെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ആ ബട്ടണിലേക്ക് ഈ ബട്ടണിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ്. ശരിക്കും നിങ്ങൾക്ക് സെയിൽ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അതിന് തുടക്കം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ കസ്റ്റമറും നമ്മളുടെ ആ ക്ലോത്തിങ് പ്രൊഡക്റ്റ്, ജെൻസ് വെയർ ആയിക്കോട്ടെ, കിഡ്സ് വെയർ ആയിക്കോട്ടെ, ലേഡീസ് ആയിക്കോട്ടെ, ആ ക്ലോത്തിങ് പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ഓരോ കസ്റ്റമറും സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്ത് പോകാൻ നേരത്ത് എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എന്തുണ്ട് എന്നുള്ള ചോദ്യം അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഈ ഗ്രൂപ്പിൽ എത്തിയത് എങ്ങനെയാണ്? കാരണം നിങ്ങൾക്ക് ക്ലോത്തിങ് ബിസിനസ് ഉള്ളതുകൊണ്ട്, ക്ലോത്തിങ് ബിസിനസ്സുമായിട്ട് എന്തൊക്കെയോ ബന്ധം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ഗ്രൂപ്പിലെത്തിയത്. ഇതിനെയാണ് ഇമ്മീഡിയറ്റ് റെലവൻസ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൽ. ഒരു 3-4 സെക്കൻഡിനുള്ളിൽ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു അറ്റൻഷൻ നമുക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് ധാരാളം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മളുടെ ആ പ്രൊഡക്റ്റ് എത്തുന്നത്. അങ്ങനെ ആ പ്രൊഡക്റ്റ് എത്തണമെങ്കിൽ ആരാണ് നമ്മളുടെ കസ്റ്റമർ എന്നുള്ളത് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യണം. പലരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് ക്ലോത്തിങ് ബിസിനസ് ഓണേഴ്സ്. അവർ ഓൺലൈനിൽ ചെയ്യാൻ നേരത്ത് എല്ലാം ചെയ്യാനായിട്ട് നോക്കും. അതായത് കിഡ്സ് വെയർ, ജെൻസ് വെയർ, അങ്ങനെ എന്തൊക്കെയുണ്ടോ, സാരി, ചുരിദാർ, കുർത്തീസ്, ചെറിയ കുട്ടികളുടെ ഉടുപ്പ്, ട്രഡീഷണൽ വെയർ, എത്നിക് വെയർ, മോഡസ് വെയർ, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ ഒരു കുഴമ്പ് പരുവത്തിൽ പരസ്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഭാഗത്തിനെ നമുക്ക് വേണ്ട വിധത്തിൽ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അതായത് നിങ്ങളുടെ സാരിയുടെ പരസ്യം കണ്ട് വരുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ചുരിദാർ സെല്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നടന്നോളണമെന്നില്ല. സാരി ലവേഴ്സിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് സാരിയുടെ തന്നെ ധാരാളം കളക്ഷൻസും നിങ്ങളൊരു സാരിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണെന്നുള്ള രീതിയിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് അതിൽ നിന്ന് സെയിൽ കിട്ടും. ചൈനക്കാരുടെ ഒരു പ്രോവർബ് ഉണ്ട്, 2 മുയലുകളുടെ പുറകെ കിടന്ന് ഓടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുയലിനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. എന്നാൽ ഏതെങ്കിലും ഒരു മുയലിനെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ പുറകെ മാത്രം ഓടാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റത് പോകണമെങ്കിൽ പോട്ടയത്തുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യണം. മാർക്കറ്റിങ്ങിലും ഇതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സെഗ്മെൻറ്റിനെ പിടിക്കുക എന്നുള്ളതാണ്. ഒരേ സമയം നമ്മൾ 2 വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുയലിൻ്റെ കേസിൽ സംഭവിച്ച പോലെ പോകും. ഒരെണ്ണത്തിന് അത് കഴിയുന്നു എന്നാൽ പിന്നെ അടുത്തതിനെ പിടിക്കുക, അതപ്പോഴത്തേക്കും എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക സെഗ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുക. ഇതുകൊണ്ട് ക്ലോത്തിങ് ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സെഗ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ധാരാളം കളക്ഷൻസ് നിങ്ങളുടെ അടുത്തുണ്ടാവും. ഈവൻ നിങ്ങൾ ചെറിയൊരു ഷോപ്പാണെങ്കിൽ കൂടി. നിങ്ങളുടെ ഷോപ്പിൻ്റെ അകത്ത് സിസ്റ്റം മാറ്റാനൊന്നും ഞാൻ പറയണില്ല. ഷോപ്പിൻ്റെ അകത്ത് നിങ്ങളത് ചെയ്തോ, നിങ്ങൾക്ക് അതിന് കസ്റ്റമേഴ്സ് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ. പക്ഷേ ഓൺലൈനിലേക്ക് വരാൻ നേരത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സെഗ്മെൻറ്റിനെ പിടിച്ച്, ഇപ്പോൾ സാരി മാത്രമാണെങ്കിൽ സാരി മാത്രം എന്നുള്ള രീതിയിൽ, അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു 15 കൊല്ലം ഇത് തന്നെ ചെയ്യണമെന്നാണോ നിങ്ങൾ പറയണത്? അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ എൻട്രി എടുക്കേണ്ടത് ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റ് പിടിച്ചിട്ടായിരിക്കണം. മിലിറ്ററിയിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്, മാർക്കറ്റിങ്ങിൽ മാത്രമല്ല. ഇപ്പോൾ ശത്രു നമ്മളെയൊക്കെ എണ്ണം കൊണ്ടും ആയുധം കൊണ്ടും വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ വളരെ കുറച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിർത്തി മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നോക്കില്ല. ഒരു 10 പട്ടാളക്കാർ അവിടെ, 10 പട്ടാളക്കാർ ഇവിടെ, 10 പേര് അപ്പുറം, അങ്ങനെ ചെയ്യാൻ നേരത്ത് നമ്മളുടെ സ്ട്രെങ്ത്ത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് വിടുകയാണ് അതിർത്തിയിൽ ഓരോ സ്ഥലത്തും. അപ്പോൾ പരാജയപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എണ്ണം കുറവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, സ്മോൾ ആർമി ആണെങ്കിൽ മിലിറ്ററിയിലുള്ള ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒന്നിൽ ഫോക്കസ് ചെയ്യും. ആ എൻ്റെയർ നമ്മളുടെ കൂടെയുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി, നമ്മളുടെ ആയുധം മുഴുവനും ഒരുമിച്ച് കൂട്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്തിട്ട് ആ സ്ഥലം ക്യാപ്ചർ ചെയ്യാനായിട്ട് നോക്കും. അവിടെ വിജയസാധ്യത കൂടുതലാണ്, ഫോക്കസ് നമ്മുടെ ഒരേ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ. വേറൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബൾബ്, ലേസർ, നമ്മൾ വീട്ടിലൊരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ, 100 വാട്ടിൻ്റെ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ആ റൂം മൊത്തം വെട്ടം കിട്ടും. 100 വാട്ടിൻ്റെ ലേസറാണ് ഉപയോഗിക്കണമെങ്കിൽ തുളഞ്ഞ അപ്പുറത്തേക്ക് ചെല്ലും, ആൾ മരിച്ചു പോകും. ഈ ലേസറിന് എന്തുകൊണ്ട് എത്രയും പവർ വന്നതെന്ന് വെച്ചാൽ ഫോക്കസ്ഡ് ആണ്, സ്പ്രെഡ് ചെയ്ത് കിടക്കുകയല്ല. നമ്മുടെ ബൾബിൻ്റെ വെട്ടം പോലെ ഫോക്കസ്ഡ് ആണ്. എവിടെയൊക്കെ നിങ്ങൾ ഫോക്കസ്ഡ് ആണോ, എവിടെയൊക്കെ നിങ്ങളുടെ മാർക്കറ്റിങ്ങിൽ മെസ്സേജ് ഫോക്കസ്ഡ് ആണോ, സാരി ലവേഴ്സിന് വേണ്ടി മാത്രം, ഫിറ്റ്നസ് മേഖലയിലുള്ളവർക്ക് വേണ്ടി മാത്രം, ഇങ്ങനത്തെ ഫോക്കസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകൾ എവിടെയൊക്കെ ഉണ്ടോ
അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടുമെന്നുള്ളതിൽ യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. എൻ്റെ ബാക്കിൽ ഇഷ്ടം പോലെ മാർക്കറ്റിംഗ് ബുക്സ് ഇരിക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വായിച്ചിട്ടുള്ളൂ. അതിൽ പല ഭിന്നാഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഐക്യകണ്ഠേന പറഞ്ഞിട്ടുള്ള ചില സംഗതികളുണ്ട്. അതിൽ പെട്ടതാണിത്. ഫോക്കസ്ഡ് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രത്യേക വിഭാഗം കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഫീല് വരും, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അതിലുപരി എനിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ള ഫീല് വരും. ഇങ്ങനെ ഫീല് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെയിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല നമുക്ക് മറ്റുള്ളവരെയൊക്കെ കൂടുതൽ പ്രോഫിറ്റിൽ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും, ബെറ്ററായിട്ട് നമുക്ക് അവരെ സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ശരിക്കും മാർക്കറ്റിലേക്ക് എൻട്രി എടുക്കേണ്ടത് ഓൺലൈനിൽ ചെയ്യാൻ നേരത്ത്. ഇത് നിങ്ങൾക്ക് അധിക സ്ഥലത്തൊന്നും ആരും പറഞ്ഞു തരില്ല. എല്ലാവരും ആ വിഷയമല്ല, കുറേ ടെക് വശങ്ങളാണ് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ടെക്നോളജി നമ്മൾ ഉപയോഗിക്കേണ്ടത് സെയിലിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സെയിൽ കൂടിയില്ലെങ്കിൽ പിന്നെ എന്ത് കഥ പറഞ്ഞിട്ടും കാര്യമില്ല. സെയിൽ കൂടുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ്, ആ മാർക്കറ്റിംഗാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് ഡിജി സെയിൽസിനെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഈ പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റിംഗ് എന്നുള്ളത്, എങ്ങനെ ഓഫർ ക്രാഫ്റ്റ് ചെയ്യാം, മറ്റു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ കോഴ്സിൽ പങ്കെടുക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.